പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തകൾ ഏശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 16-19 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എന്റെ സന്നിധിയിൽ നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും മഞ്ഞുപോലെ അത് വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ദൈവത്തിന്റെ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ആഹ്വാനം അത് 8-ാം നൂറ്റാണ്ടിലെ ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന നമ്മളോടും ഇതുതന്നെയാണ് പറയുക. കഴുകി വൃത്തിയാക്കണം. എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ട് മാത്രം ഹൃദയം ശുദ്ധമാവുകയില്ല എന്നുകൂടെയാണ് ഞാൻ സ്മരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം മുഴുവനും മനസ്സിരുത്തി വായിക്കുക. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന വലിയ സന്ദേശം ആ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. സമൂഹത്തെക്കുറിച്ചൊരു വലിയ വിശകലനം. ഒരുപാട് ആരാധനക്രമങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടന്ന സമൂഹമാണ്. പക്ഷെ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കുന്നു എന്നാണ് എടുത്തു പറയുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ടതെന്താണ്? നന്മ പ്രവർത്തിക്കാൻ ശീലിക്കണം, നീതി പ്രവർത്തിക്കണം, സഹോദരങ്ങളുള്ള ബന്ധം ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് നീതിനിഷ്ഠമായിരിക്കണം. അതുപോലെ തന്നെ മർദ്ദനം അവസാനിപ്പിക്കണം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ ശ്രദ്ധയുണ്ടായിരിക്കണം, സ്നേഹമായിരിക്കണം അടിസ്ഥാനമായിരിക്കുന്നത്. ഇപ്പം ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ എപ്പോഴും ആന്തരികമായൊരു മനോഭാവത്തിന്റെ പ്രകടനമായിരിക്കണം. നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, അനാഥർക്ക് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അതായിരിക്കും ദൈവം കണക്കിലെടുക്കുക. അനാഥർ ആശ്രയിക്കാൻ ആരുമില്ലാത്തവരാണ്, മാതാപിതാക്കന്മാരില്ലാത്തവരാണ്. വിധവകൾ സംരക്ഷണത്തിന് ഭർത്താവില്ലാത്തവരാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികൾ, അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി എന്ത് സഹായം ഞാൻ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ദൈവം എൻ്റെ ജീവിതത്തെ വിലയിരുത്തുക. അപ്പോൾ ഒരു നോമ്പ് കാലം അനുരഞ്ജനത്തിന്റെ കാലമാണ്, അനുതാപത്തിന്റെയും മടങ്ങിവരവിന്റെയും കാലമാണ്. പക്ഷേ ആ മടങ്ങിവരവ് സഹോദരങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് കരുണയുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടായിരിക്കണം. അതാണ് നമുക്ക് നൽകുന്ന ആഹ്വാനം. ആ ഒരു കരുണയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരുണയുള്ളവരായിരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അങ്ങയുടെ കരുണ ലഭിക്കാൻ ഞങ്ങൾ കരുണയുള്ളവരായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത കർത്താവെ, കരുണയോടുകൂടി ഞങ്ങളുടെ സഹജീവികളെ വീക്ഷിക്കാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുമായി ഇടപെടുന്ന എല്ലാ വ്യക്തികളെയും കരുണയുടെ വീക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.